നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു കർക്കിടക റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കർക്കിടകമാണല്ലോ. ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഉണ്ട്. മെയിനായിട്ട് ഈ 3 ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ട് ഒരു കർക്കിടക കഞ്ഞി. ഞാൻ ഇതിനു മുൻപ് 2-3 കർക്കിടക കഞ്ഞി മരുന്നുകളൊക്കെ കുത്തി പിഴിഞ്ഞിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളൂ. മഠത്തിലെ രുചി കർക്കിടക കഞ്ഞി അടിച്ചു കൊടുത്താൽ മതി. വിശദമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ഉള്ള ആൾക്കാർക്ക്, ദൂരദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഈ മരുന്നുകളൊന്നും കിട്ടിയെന്ന് വരില്ല. വേണ്ട, യാതൊരു പേടിയും പേടിക്കണ്ട. ഞാനിവിടെ ഉണക്കല്ലരിയുടെ ചെറിയ അരിയാണ്. അത് ഇതാ ഇങ്ങനെ ഒരു കപ്പിൽ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ കപ്പാണ്, കാരണം ഞാൻ എല്ലാ ദിവസവും ഒരു 8-10 ദിവസം അടുപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ചെറുപയർ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഈ വെള്ളം നമുക്ക് മാറ്റിയൊന്നും വേണ്ട, അങ്ങനെ ഉപയോഗിക്കാം. നല്ലോണം ഒരു 3 ടേബിൾ സ്പൂണ്. അതേപോലെ തന്നെ ഉലുവയും ഒരു 3 ടേബിൾ സ്പൂണ്. വല്ലാതെ കയ്പ്പ് രസം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്താലും മതി. പക്ഷേ ഉലുവ നല്ലോണം ആവശ്യമാണ്. ഞാൻ ഉലുവ കഞ്ഞി ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ അതൊക്കെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഈ 3 മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു കർക്കിടക കഞ്ഞി, ഇപ്പോൾ ദൂരദേശങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു 8-10 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യാസം വരും. അതായത് ദേഹബലമൊക്കെ കൂടും. നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് പകരം ഞവരയരി ഉപയോഗിക്കാം. ഞവരയരി കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഉപയോഗിച്ചോളൂ. ഞാൻ ഞവരയരി കൊണ്ടൊക്കെ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുക്കറിലിട്ട് പെട്ടെന്ന് വേവാനും നല്ലതാണ്, ദേഹത്തിനും നല്ലതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഉണക്കല്ലരിയുടെ ചെറിയ അരി എടുത്തത് കേട്ടോ. ഇപ്പം ഞാനത് കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ്. ചെറുപയർ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തോടൊക്കെ തന്നെ 3-4 പ്രാവശ്യം കഴുകി ഇന്നലെ രാത്രി ഇട്ട് വെച്ചതാണ് ചെറുപയറും ഉലുവയും. അപ്പോൾ ഉലുവയുടെ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 5-8 മണി മുഴുവൻ കുരുമുളക്, അതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഒരു തരി ഉപ്പ്, വളരെ കുറച്ച് മതി, ഇട്ടിട്ട് നമുക്ക് ഒരു 4-5 വിസിലടുപ്പിക്കാം കേട്ടോ. പെട്ടെന്ന് വെന്തോളും, കാരണം ഇത് രണ്ടും ഇന്നലെ ഇട്ട് വെച്ചതാണല്ലോ. അപ്പോൾ നമുക്കൊരു 5 വിസിലടുപ്പിക്കാം കേട്ടോ. വളരെ കുറച്ചേ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് നന്നായിട്ട് സെറ്റാക്കണമല്ലോ. ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്ത് കൊണ്ടയ്ക്കാം. അപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു നാളികേരമായിരുന്നു, അതിൻ്റെ 1/2 മുറിയാണ് ചിരവി വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ എൻ്റെ ഒരു സമയമുണ്ട്. അത് കാരണം തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലെടുത്ത്, അതേപോലെ തന്നെ 2-ാം പാലെടുത്ത്, ആദ്യം 2-ാം പാൽ ഒഴിച്ച് തിളപ്പിച്ച് പിന്നെ 1-ാം പാൽ ഒഴിക്കുക. അറിയാലോ നിങ്ങൾക്ക്, അതാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അടുപ്പിച്ചൊരു 8-10 ദിവസം കഴിക്കുന്ന സമയത്ത് നാളെ ഞാൻ ഇത്ര തന്നെ നാളികേരം എടുക്കുന്നില്ല. നന്നായിട്ട് മഷി പോലെ അരച്ച് കഴിഞ്ഞിട്ട് അതങ്ങനെ അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി. എപ്പോഴും 1-ാം പാലും 2-ാം പാലും ഒന്നും വേണമെന്നില്ല. കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. നന്നായിട്ട് മഷി പോലെ അരയ്ക്കുക പറയില്ലേ, അങ്ങനെ അരച്ചിട്ട് ഒരുമിച്ച് അങ്ങോട്ട് കഞ്ഞിയിലേക്ക് ഒഴിച്ചാലും മതി. നാളെ ഞാൻ അങ്ങനെ ചെയ്യും, നമുക്ക് സൗകര്യം പോലെ. എന്തായാലും ഈ കഞ്ഞി നിങ്ങളൊരു 8-10 ദിവസം കഴിക്കൂ. ഇനിയിപ്പോൾ ചെറുപയറിന് പകരം നിങ്ങൾക്ക് മുതിര ഒന്ന് വറുത്തതിന് ശേഷം ഇതേപോലെ തലേ ദിവസം ചെറുപയറിട്ട് വെച്ച മാതിരി വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം അത് എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ധാന്യങ്ങൾ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൻപയർ ഉപയോഗിക്കാം, കടല ഉപയോഗിക്കാം. പക്ഷേ ചെറുപയറാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതില്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടോ, കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ, കണ്ടോ, നന്നായിട്ട് പായസം മാതിരി ആയിട്ടുണ്ട്. ഇതേമാതിരി ആവണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പം ഞവര അരി അണച്ചാൽ നിങ്ങൾ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ആ ആവി പോണ കാരണം കേട്ടോ അങ്ങനെ ഒരു ബ്ലാങ്ക് മാതിരിയായിട്ട് കാണുന്നത്. ഇപ്പം നോക്കൂ, ആ ആവിയൊക്കെ നന്നായിട്ട് നിന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഗ്യാസ് കൊളുത്താം കേട്ടോ. ഞാൻ കുറച്ച് 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് തിളച്ച് വരാൻ തുടങ്ങി. ഈ സമയത്ത് ഇത് അവോയ്ഡ് ചെയ്യരുത്. ഞാൻ നല്ല ജീരകവും ചുക്കും കൂടി പൊടിച്ച് വെച്ചതാണ്. ഇതിൽ ചുക്കാണ് അധികം. നല്ല ജീരകം ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചുക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്.
ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ ചുക്ക് വാങ്ങാൻ കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. വെയിലുണ്ടെങ്കിൽ ഒന്നാണ് വെയിലത്ത് വെച്ചോളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ കൂടെ നല്ല ജീരകം കൂടി ഉണ്ട്, പക്ഷെ നല്ല ജീരകം അധികമില്ല. നല്ല ജീരകം ആദ്യം നമ്മൾ കുറച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മതി. അപ്പോൾ ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. രണ്ടും കൂടി നല്ലോണം ഒരു 3/4 ടീസ്പൂൺ. അപ്പോൾ ഈ നല്ല ജീരകവും ചുക്കും ഒക്കെ നമുക്ക് കർക്കിടകക്കഞ്ഞിയിലേക്ക് വളരെ നല്ലതാണ്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ വിശദമായിട്ട് കർക്കിടകക്കഞ്ഞിയിൽ ഇട്ടിട്ടുണ്ട്. പണ്ടത്തെ വീഡിയോസ് നോക്കിയാൽ അറിയാം. ഇനി ഞാൻ കുറച്ചും കൂടി ഉപ്പിടുക. നമ്മൾ കുറച്ചല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി പഞ്ചസാര ഒഴിവാക്കണം. ശർക്കര, പനഞ്ചക്കര ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാട്ടോ. പനഞ്ചക്കര എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പനഞ്ചക്കര അല്ലെങ്കിൽ സാധാരണ ശർക്കര. പഞ്ചസാര ഇടണ്ട. അപ്പോൾ മധുരം വേണമെന്നുള്ളവർക്ക് അതിട്ടാൽ മതി. ഞാൻ എന്തായാലും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. ഞാൻ ശർക്കര ഒന്നും ഇടുന്നില്ല, അത് കാരണം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇനി ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് വരട്ടെ. ചോറിൻ്റെ പരുവത്തിൽ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ കർക്കിടക കഞ്ഞി എന്നല്ലേ പറയുക. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ തിള വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒന്നാം പാൽ ഒഴിച്ച ഉടനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഒന്ന് തിള വന്നോട്ടെ. ഇനി നിങ്ങൾക്ക് മുഴുവൻ കുരുമുളക് ഇല്ല, പൊടിയാണെച്ചാൽ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ചതച്ച കുരുമുളക് പൊടി ഏത് വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷേ ആദ്യം തന്നെ ഒരു 5-8 മണി അങ്ങോട്ട് ഇട്ടു. അതപ്പോൾ ഇതിൻ്റെ ഒപ്പം കിടന്ന് വെന്തപ്പോഴേ കണ്ടോ, അതൊക്കെ വെന്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുരുമുളകിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയുർവേദത്തിൽ കുരുമുളക് നമുക്ക് കടിച്ച് തിന്നുമ്പോൾ ഭയങ്കര എരി തോന്നുമല്ലോ, പക്ഷേ ഉള്ളിലേക്ക് ചെന്നാൽ അതിൻ്റെ രസം മധുരമാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലോണം ഒരു 4 ആൾക്ക് കഴിക്കാനുണ്ട് കേട്ടോ. ഗ്യാസ് ഒന്ന് നന്നായിട്ട് ചെറുതാക്കി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിക്കണോട് കൂടിയിട്ട് നമ്മുടെ കഞ്ഞിയുടെ കളറാണ്ട് മാറും, കണ്ടോളുണ്ടോ. ഒന്നും കൂടെ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയാം. അപ്പോൾ കുറച്ച് കിട്ടിയാൽ തരക്കടില്ല തോന്നും ചെയ്യും കേട്ടോ, അതും പറ. അങ്ങനെയുണ്ട് കണ്ടോ. ഹായ്, കളറേ മാറിയില്ലേ കഞ്ഞിയുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപയർ പായസത്തിൻ്റെ ഒക്കെ ഒരു കളറായി അല്ലേ. ഇനി വല്ലാതെ തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തിള വരാൻ തുടങ്ങി കാണാമല്ലേ നിങ്ങൾക്ക്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ കാട് കൂടിയും പടലേക്കൂടിയൊക്കെ നടന്ന് വേണം നമുക്ക് പച്ചമരുന്നുകൾ എടുക്കാൻ, അല്ലെങ്കിൽ മരുന്ന് പൊടി കിട്ടും. ഇതൊന്നും കിട്ടാത്ത ആൾക്കാർ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. കർക്കിടക മാസത്തിൽ ഒരു 10 ദിവസം വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഈ ഒരു കഞ്ഞി വെച്ച് എളുപ്പമല്ലേ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് കണ്ടോ കൊഴുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു മൺചട്ടിയാണ്, ഒരു വാലം മൺചട്ടി, അതിലേക്ക് ആക്കുകയാണ്. കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ലേ അടിപൊളിയായിട്ടുണ്ടെന്നല്ലേ. ഇതിൻ്റെ ഒപ്പം ഒന്നും വേണ്ട കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് ശർക്കര, പനഞ്ചക്കര ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ശർക്കര ഇടാം. പക്ഷെ ഞാൻ ഉപ്പിട്ടിട്ട് തന്നെയാണ് കഴിക്കണത്. ഉലുവയൊക്കെ നല്ലോണമുള്ള കാരണം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടോ. നിങ്ങളോട് ഇനിയിപ്പോൾ കള്ളം പറയാൻ പറ്റില്ലല്ലോ, ടേസ്റ്റ് നോക്കി ഇനി നിങ്ങൾക്ക് തരാം കേട്ടോ. ഹായ്, മുഴുവനാക്കട്ടെ. ഇനി ഒരു പ്ലാവിലി അതിരിക്കാണ്ട് ഇട്ട് കൊടുക്കാം. അടിപൊളി, എങ്ങനെയുണ്ട്? അപ്പോൾ തരാം കേട്ടോ. ഹായ്, എല്ലാവരും ഈ കർക്കിടകത്തിൽ ഇതേപോലെ ഒരു 5-8 ദിവസം ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. വളരെ നല്ലതാണ്. എവിടെ ഇരിക്കണവർക്കും ഇത്ര സിമ്പിളായിട്ട് കർക്കിടക കഞ്ഞി കഴിക്കാമെന്നുള്ളത് മഠത്തിലെ രുചിയിലൂടെ ഞാൻ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ദേഹബലമൊക്കെ നേടും. അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ വളരെ എളുപ്പമല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പ്രത്യേകം ഒരു കാര്യം പറയാം, പഞ്ചാര പായസം മാതിരി അത്രയും സ്വാദുള്ള സാധനം ഒന്നും ആവില്ല. കർക്കിടക റെസിപ്പി പറഞ്ഞാൽ ഉലുവ കഞ്ഞി, മരുന്ന് കഞ്ഞി, ഇതിന് നേരിയ ഒരു കയ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.